ശിരൂരിൽ കാണാതായ അർജുനായി വീണ്ടും തെരച്ചിൽ. ഈശ്വർ മൽപെ പുഴയിലിറങ്ങും. നദിയിൽ അടിയൊഴുക്ക് കുറഞ്ഞെന്ന് കാർവാർ MLA. ഏകോപനത്തിൽ വീഴ്ചയുണ്ടെന്ന് അർജുന്റെ കുടുംബം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന ഹൈക്കോടതി. സ്വകാര്യത ലംഘിക്കുന്നുവെന്ന വാദം തള്ളി. റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമേ പുറത്തുവിടാവൂ എന്നും നിർദ്ദേശം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി പഠിച്ചത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ. സംസ്ഥാനത്ത് മഴ കനക്കും. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മലയോര മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള ജനകീയ തിരച്ചിൽ തുടരുന്നു. തലപ്പാലിയിൽ നിന്നും വെള്ളാർമലയിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വനത്തിലും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും തെരച്ചിൽ. വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ. മുണ്ടക്കൈ ചൂരൽമല മേഖല ജനവാസയോഗ്യമോ എന്നതിൽ പരിശോധന തുടരുന്നു. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്തതിൽ നിർണായക മൊഴി. ജനിച്ചപ്പോൾ കുട്ടി കരഞ്ഞതായി അമ്മ ഡോണ പറഞ്ഞെന്ന് ഡോക്ടർ. ഡോണയെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. ഇന്ത്യൻ ഒളിമ്പിക് താരങ്ങൾ പാരീസിൽ നിന്ന് തിരിച്ചെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. ഗുസ്തി താരം വിനേഷ് ഫോർഗട്ടിന്റെ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി രാത്രി 9:30. വെള്ളി മെഡൽ പങ്കുവെക്കണമെന്ന ആവശ്യം.